ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. ആദർശിന് ഓരോ ദിവസം കഴിയും തോറും നാനയോട് വാശി കൂടി കൂടി വരികയാണ് കേട്ടോ. നാനയുടെ വീട്ടിൽ പോയി നിൽക്കാൻ വരെ ആദർശ് പറയുന്നുണ്ട്. അത് കേട്ട് നാന സ്വന്തം വീട്ടിലേക്ക് പോകുന്നുമുണ്ട്. ഈ സമയത്ത് കനകക്ക് വല്ലാതെ സങ്കടമാകുന്നുണ്ട് കേട്ടോ. ആദർശിനെയും നാനയും ആലോചിച്ചിട്ട് എന്നിട്ട് കനക എന്ത് ചെയ്യുന്നുണ്ട്, ദേവയാനിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് കനക, ആദർശ് മോൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. നാനമോളോട് ദിവസവും ദേഷ്യം കൂടി കൂടി വരികയാണല്ലോ. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ദേവയാനി കനകയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, നീ പേടിക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. ഞാൻ വാക്ക് തരുന്നു നിനക്ക്. ആദർശ് മോൻ പഴയതുപോലെ തന്നെ നാനയെ സ്നേഹിച്ചു തുടങ്ങും. നായന എന്നും ഈ അനന്തപുരിയിലെ മരുമകൾ തന്നെയായിരിക്കും. അപ്പം തന്നെ കനക പറയുന്നുണ്ട്, നാനമോള് ആദർശിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ടും ആദർശ് അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. നാനമോളിങ്ങനെ ഇവിടെ വന്നാൽ ശരിയാവില്ല. ഇപ്പോഴാണെങ്കിൽ അനന്തപുരിയിൽ എല്ലാവരും ആദർശ് മോനെയാ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, കനക വിഷമിക്കാതെ, ഞാൻ ഈ പ്രശ്നത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭി എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടെ നന്ദാവനത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നവ്യെ സോപ്പിടുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉടൻ തന്നെ അനന്തപുരിയിലേക്ക് അഭിയുടെ ആ കുഞ്ഞ് വെത്തും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നവ്യയുടെ സഹായം വേണം. അതിനുള്ള പുതിയ അടവാണ് കേട്ടോ അഭി. അതിനുവേണ്ടി ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നവ്യയെ കാണാൻ വേണ്ടിയിട്ട് നന്ദാവനത്തിലേക്ക് അഭി എത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനന്തപുരിയിൽ എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്ന സമയത്ത് ആദർശിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നീ നായന മോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണം. അതെന്തിനാ മുത്തശ്ശൻ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്? അവൾ എന്നിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചു. അതൊന്നും ക്ഷമിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീർക്കണം. നാനമോളില്ലാഞ്ഞിട്ട് ഈ വീട് ഉറങ്ങിയ പോലെയായി. ഈ സമയത്ത് ജയനും അതേ അഭിപ്രായം തന്നെ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആദർശ് അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഒക്കെ കേട്ട് ഇന്ന് ജലജി എന്ത് ചെയ്യുന്നുണ്ട്, ആദർശനോട് പറയുന്നുണ്ട്, മോനെ നിന്റെ തീരുമാനം തന്നെ ശരി, നീ ചെയ്തത് തന്നെ ശരി. അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ട ഉടൻ തന്നെ അനാമികയും പറയുന്നു, എന്തിനാ ആദർശേട്ടാ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? അവളെ സ്വന്തം ഇഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. ആദർശേട്ടൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം തീർന്നു എന്ന് കരുതിയാൽ മതി. അവൾ ഇവിടെ എന്തോ കള്ളത്തരം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആദർശേട്ടൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കില്ല, എനിക്ക് ഉറപ്പാ. ഇതൊക്കെ കേട്ട് ദേവയാനി വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട്, വല്യമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആദർശേട്ടന് ഇപ്പൊ നായനയെ വേണ്ടല്ലോ, പിന്നെ ആർക്കാ ഈ വീട്ടിൽ വേണ്ടത്? ഈ സമയത്ത് ജാനകിയും പറയുന്നുണ്ട്, ഏട്ടത്തി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അനിയും അനാമികയും ഒക്കെ എത്ര ദേശമായി അനാമികയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നായന നിന്ന പോലെയൊന്നും ഇതുവരെ എൻ്റെ അനാമിക നിന്നിട്ടില്ല. അനക്കെ ഇച്ചിരി അഹങ്കാരം കുറച്ച് കൂടുതലാ. ആദർശ് മോൻ പറഞ്ഞത് തന്നെ ശരി, നായനയെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരരുത്. ഈ സമയത്ത് ദേവയാനിക്ക് നായനയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവയാനി പറയാണ്, ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ ആദർശ് മോൻ നായനയെ തള്ളിപ്പറയാൻ കാരണം ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നോക്കി ഞാൻ ഒരുപാട് നടന്നു. അവസാനം ഞാൻ കണ്ടെത്തി ആ പെൺകുട്ടി ആരാണെന്ന്. എനിക്ക് കരൾ തന്നത് നാനയാണെന്ന സത്യം ഞാൻ അറിഞ്ഞു. എൻ്റെ ജീവൻ നിലനിൽക്കാൻ കാരണം നായന മോളാണ്. അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അത് നായന മോളെ പോലും അറിയിച്ചില്ല. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് നായനയോട് തുറന്നു പറയേണ്ടി വന്നു. അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന അവസ്ഥയിലെത്തി. മോളോട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ മനസ്സ് മാറിയ കാര്യം ആദർശിനോടും ജേട്ടനോടും ഒന്നും പറയണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് അവളെ ഈ രഹസ്യം മറച്ചു വെച്ചത്. അതുകൊണ്ടാണ് നാനമോളി എൻ്റെ ഒപ്പം നിന്ന് ഈ നാടകം കളിച്ചത്. അത് ആദർശമോൻ ഒരു തെറ്റായിട്ടൊന്നും കാണണ്ട എന്നും പറഞ്ഞ് ദേവയാനി പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കേട്ട് അനാമികയൊക്കെ ഒന്ന് ഞെട്ടിത്തരിക്കുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.